ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ലഹരി പദാർത്ഥങ്ങളുടെ വേരറക്കും എന്നാണ് കൃത്യമായി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. ഒരു 10-30 കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചിട്ടുണ്ട്. 3000-ലധികം ആളുകൾ അകത്താണ്. അത്ര കണ്ട് സമൂഹത്തിൽ ഇതിൻ്റെ മാരകത്വം കുറയ്ക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതീവ ഗുരുതരമായ മറ്റു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയിൽ എവിടെ നിന്നാണ് ഇത്രമാത്രം മയക്കുമരുന്ന് വരുന്നത്, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ വരുന്നത്? ബ്രസീലിൽ നിന്ന് വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, മെക്സിക്കോയിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ റൂട്ട് തന്നെ വരച്ചുകൊണ്ടുള്ള മാപ്പുകളുണ്ട്. അതുപോലെ തന്നെ അത് വരുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. വരുന്നത് പോർട്ടുകൾ വഴിയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിലേക്ക് കേരളത്തിൽ മയക്കുമരുന്നിൻ്റെയും ഇതര ലഹരി വസ്തുക്കളെതിരായി സർക്കാർ മുൻകൈയെടുത്ത് നടക്കുന്ന ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നുണ്ട്. എക്സൈസ്, പോലീസ്, ആരോഗ്യം, തദ്ദേശ വകുപ്പ്, ഒരുപാട് വിദ്യാഭ്യാസ വകുപ്പ്, ഒരുപാട് വകുപ്പുകൾ ചേരുന്നുണ്ട്. എന്നാൽ കേരളത്തിലടക്കം മയക്കുമരുന്ന് വരുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. 2020-നും 2024-നും ഇടയിൽ ഇന്ത്യയിൽ 19 പോർട്ടുകളിൽ നിന്നായി 11,300 കോടി രൂപയുടെ മയക്കുമരുന്നുകളാണ് പിടിച്ചിട്ടുള്ളത്. ഈ പോർട്ടുകളിൽ നിന്ന് 65% ഗുജറാത്തിലെ തുറമുഖങ്ങളിൽ നിന്നായിരുന്നു എന്നാണ് കൂടി നമ്മൾ ഓർക്കുക. ഗുജറാത്തിൽ തുറമുഖം നടത്തുന്നത് ആര് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ കപ്പലിൽ കൊണ്ടുവരുന്നതിനും കപ്പൽ നടത്തിപ്പുകാരനുമായിട്ട് ബന്ധമുണ്ടെന്ന് ചിലപ്പോൾ ബന്ധമുണ്ടാകണമെന്നില്ല. കാരണം അതെല്ലാം ഉദ്യോഗസ്ഥരെയും കപ്പലിൻ്റെ ആളുകളെയൊക്കെ സ്വാധീനിച്ച് പലതും കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഫ്ലൈറ്റ് ഇന്ത്യൻ എയർലൈൻസിലൂടെ ഒരു സാധനം കൊണ്ടുപോകുന്നു വിചാരിച്ചിട്ട് എയർലൈൻസുകാരൻ്റെ മുതലാളിയെ നമ്മൾ പിടിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു കഞ്ചാവ് വലിച്ചുകൊണ്ട് ലഹരി പദാർത്ഥം ഇരിക്കുമെന്ന് പറഞ്ഞ് CP ജോണിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കൂടെ കൊണ്ടുപോകുന്നു വെച്ചിട്ട് അതിൻ്റെ മുതലാളിയെ പിടിച്ചുകൊണ്ട് കാര്യമില്ല, ഡ്രൈവറും കൊണ്ടുപോകുന്നവരുമാണ്. അതുകൊണ്ട് കമ്പനിയെ നമുക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല. പക്ഷേ കമ്പനിക്ക് അറിയാമെങ്കിൽ കമ്പനി അത് ഇടപെടുന്നില്ല. ലഹരി വസ്തുക്കളുടെ കാര്യമാണ് ഇത് പറയുന്നത്. സഹസ്ര കോടികളുടെ ലഹരി മരുന്നാണ് ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് കടിഞ്ഞാണിടാൻ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമായി കഴിയുന്നതല്ല. ഇതിന് അമിത്ഷായുടെ അതിശക്തമായ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. പ്രധാനമന്ത്രിയുടെ ഇടപെടലുമുണ്ട്. അതുകൊണ്ട് വലിയൊരു അപ്പീൽ പ്രധാനമന്ത്രിയോട് പറയുകയാണ്, അമിത്ഷായോട് പറയുകയാണ്, കേരളത്തിലെ BJPയോട് പറയുകയാണ്. ഇവിടുത്തെ മയക്കുമരുന്ന് ഇല്ലാതാകണമെങ്കിൽ, ഈ കേരളത്തിലെ ലഹരി പദാർത്ഥങ്ങൾ ഇല്ലാതാകണമെങ്കിൽ, ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ കേരളത്തിൽ വരാതിരിക്കണമെങ്കിൽ ഇന്ത്യയിലും വരാതിരിക്കണം. ഇന്ത്യയിൽ വന്നാൽ അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ, ഏതെങ്കിലും ഭാവത്തിൽ കേരളത്തിലും വരും. അത് ഇന്ത്യയിൽ വരാതിരിക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പാൻ ഇന്ത്യ ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ അത് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന ഈ പരിപാടികൾ ഒരു നാലാംകിട ഗിമ്മിക്കായി മാറാതിരിക്കണമെങ്കിൽ നമ്മൾ നടത്തുന്നത് വളരെ മനോഹരമായൊരു പദ്ധതിയാണ്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തിക്ക് അതിവൈകാരികമായിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തെ കാണുന്നത്. ഇത് പറയാൻ കാരണം, അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ, പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്നിട്ട് പോലും, VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് പോലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വാക്കത്തോൺ 14 ജില്ലകളിലും നടത്തി ആയിരക്കണക്കിന് ആളുകളെ മൊബിലൈസ് ചെയ്ത ആളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ഇതിനകത്തൊരു വൈകാരിക വിഷയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈ ലഹരി വിരുദ്ധ കേരളത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പമുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്നത് അദ്ദേഹം ചെയ്യുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തായാൽ അദ്ദേഹം രാജ്യത്തെ മുഴുവൻ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷേ പഞ്ചായത്തിൽ അത് പുള്ളിക്ക് പിടിക്കാൻ കഴിയും. ഒരു ജില്ലാ കളക്ടർക്ക് ജില്ലയിൽ ഇത് പിടിക്കാൻ കഴിയും. അതുപോലെ ഒരു സംസ്ഥാന മന്ത്രിക്ക് പിടിക്കാൻ കഴിയുന്നത് സംസ്ഥാനത്തിനകത്തുള്ളതാണ്, അത് പിടിക്കാൻ കഴിയും. പക്ഷേ സംസ്ഥാനത്തേക്ക് വരുന്നത് എവിടെ നിന്ന് എന്ന് നമുക്കറിയാമെന്നുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ പോർട്ടുകൾ വഴി ഇത് വരുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഗുജറാത്തിലെ പോർട്ടിൽ നിന്നും ഒരുപാട് മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്, പലതും പിടിക്കാതിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇതൊരു പാൻ ഇന്ത്യ ഓപ്പറേഷനിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്തെ വളരെ കൃത്യമായ രീതിയിലുള്ള ഇത് ചെയ്യണമെങ്കിൽ ലാറ്റിൻ അമേരിക്കയുമായിട്ടുള്ള ഗുജറാത്തിലേക്ക് വരുന്ന ലാറ്റിൻ അമേരിക്കൻ സംവിധാനങ്ങളും രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കപ്പലുകളും മറ്റു കാര്യങ്ങളിലും ഒളിച്ചു കടത്തുന്നത് ആരാണതായാലും അവരെ പിടിക്കണം. അതിന് ആ കപ്പലിൻ്റെ പോർട്ടിൻ്റെ ഉടമ കൂടി മനസ്സ് വെക്കണം. അദാനിയുടെ പോർട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്.
അതുകൊണ്ട് അദാനിയോടും ഒരു അഭ്യർത്ഥനയുണ്ട്. യുവതലമുറയെ താങ്കൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായി യുവതലമുറയെ ക്ഷണിക്കുന്നു. നല്ല കാര്യം. അതോടൊപ്പം പക്ഷേ യുവതലമുറ നശിച്ചു പോകാതിരിക്കാൻ താങ്കളുടെ പോർട്ട് വഴിയാണ് ഇത് വരുന്നതെങ്കിൽ, അദാനി പോർട്ട് വഴികളാണ് ഇത് വരുന്നതെങ്കിൽ, അങ്ങനെയും ആക്ഷേപം സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ താങ്കളോട് അറിഞ്ഞിട്ടോ താങ്കളുടെ മകൻ അറിഞ്ഞിട്ടോ കുടുംബം അറിഞ്ഞിട്ടോ ഒന്നും ആയിരിക്കത്തില്ല ഇത് വരുന്നത്. കൊണ്ടുവരുന്നവർ കപ്പലിൻ്റെ കപ്പിത്താനും ബന്ധപ്പെട്ടവർക്കും എല്ലാം കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ വഴി കൊണ്ടുവരുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ. കാരണം അങ്ങേക്ക് ഇത്രയും വലിയൊരു മുതലാളിക്ക്, ഒരു ശതകോടീശ്വരന് കുറച്ച് കഞ്ചാവ് കൊണ്ടുവന്ന്, ലഹരി പദാർത്ഥം കൊണ്ടുവന്ന് പൈസ ഉണ്ടാക്കണം എന്ന് നമ്മൾ കരുതുന്നില്ല, അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ വേരറുക്കാൻ അദാനിക്കും പങ്കുണ്ട്. താങ്കളുടെ കപ്പലുകൾ വഴി ഇത് വരുന്നു എന്നൊരു വാർത്തയുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെടാത്തത് ആവാം, ഒരുപക്ഷെ ശരിയാകാം, തെറ്റാകാം. ശരിയായാലും തെറ്റായാലും വാർത്തകൾ പരക്കുന്നത് അങ്ങയുടെ ഫേമകൾക്കും ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു അന്വേഷണം ഇതിനകത്ത് നടത്തുകയും ഇന്ത്യൻ പോർട്ടുകളിൽ പല പോർട്ടുകളിലും ഇത് പിടിക്കപ്പെടുന്നുണ്ട്, അത് കർശനമാക്കുകയും ഏത് രാജ്യത്തു നിന്നാണോ അത് കയറുന്നത് ആ രാജ്യത്തെ സ്ഥാനപതിയോട് ഇന്ത്യൻ സ്ഥാനപതിമാർ പറയേണ്ടതും ആ രാജ്യത്തെ ഭരണാധികാരികളോട് അവിടുത്തെ ഇന്ത്യൻ സ്ഥാനപതിമാർ പറയേണ്ടതാണ്, അംബാസഡർമാർ പറയേണ്ടതാണ്, നിങ്ങൾ ഇന്ത്യയിലേക്ക് ഇത് കയറ്റി അയക്കരുത്, അതുകൊണ്ട് ഇത് ഇന്ത്യയിൽ വരരുത്. അതുകൊണ്ടൊരു പാൻ ഇന്ത്യ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ കാര്യം കൂടി വളരെ പ്രധാനമാണ്. അദാനിയുടെ കാര്യങ്ങളും വളരെ അദാനിയെക്കുറിച്ചും പരാതികൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അദാനി എന്ന് പറയുന്ന ഇത്രയും ശതകോടീശ്വരനായിട്ടുള്ള ആൾ ഈ ഒരു നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി ഇത് ചെയ്യും എന്ന് നമുക്ക്, അല്ലെങ്കിൽ അത് കണ്ണടയ്ക്കുമെന്ന് കരുതാനാകില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കപ്പൽ വഴിയും വരുന്നു എന്നുള്ള വാർത്ത വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കഴിയണം. അങ്ങനെ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ കേരളത്തിലെടുക്കുന്ന ഇത്രയും വലിയ എഫർട്ടുകൾ കുറച്ചു കാലം കഴിയുമ്പോൾ രമേശ് ചെന്നിത്തല എല്ലാ കാലവും ആഭ്യന്തരമന്ത്രി ആയിരിക്കണമെന്നില്ല, എല്ലാ കാലവും കേരളത്തിൽ ഇതുപോലെ സംവിധാനങ്ങൾ തുടരണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിനേക്കാൾ ശക്തമായി ഈ ഒളിഞ്ഞിരിക്കുന്ന ശക്തികൾ കേരളത്തിൽ പിടിമുറുക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു വൺ ടൈം അറ്റംപ്റ്റോ വൺ ടൈം പ്രോഗ്രാമല്ല, ഇതൊരു വലിയ ജനകീയ സാമൂഹ്യ വിഷയമാണ്, ഒരു സാംസ്കാരിക വിഷയമാണ്, ഒരു സാമ്പത്തിക വിഷയമാണ്, ഒരു ജനതയുടെ പ്രത്യേകിച്ച് യുവതലമുറയുടെ ഭാവിയുടെ പ്രശ്നങ്ങളാണ്.